മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിക്ക് ക്യാൻസറോ എന്നുള്ള വാർത്തയാണ് ഇന്നലെ കേരളക്കര ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. നമുക്ക് തന്നെ അറിയാം, നമ്മളെ പ്രിയപ്പെട്ടവർക്കോ നമ്മളെ അയൽവാസികളോ നമ്മളായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആർക്കെങ്കിലും ഈ ഒരു അസുഖം വരുമ്പോൾ നമ്മളൊന്ന് കേൾക്കുമ്പോൾ ഒന്ന് ഞെട്ടുകയും ആ കാര്യത്തിൽ വിഷമിക്കുകയും ചെയ്യുന്ന സ്വാഭാവികമാണ് ഈ ഒരു അസുഖത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ. അതുപോലെ തന്നെയാണ് മലയാളത്തിന്റെ എക്കാലത്തെയും മലയാള സിനിമയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച നടന്മാരിൽ ഒരാൾ. അദ്ദേഹത്തിന് ഈ ഒരു അസുഖം വന്നെന്നറിഞ്ഞപ്പോൾ കാരണത്താൽ ഷൂട്ടിംഗ് നിർത്തിവെച്ചെന്നും മകൻ ദുൽഖർ സൽമാനും ഒരു മാസത്തെ ലീവ് ഷൂട്ടിംഗ് നിർത്തിവെച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ കൂടെ കൂടിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്ത പുറത്തു വന്നു. പക്ഷേ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഈ വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വാർത്തകളിലൊന്നും അത് ഞാൻ കണ്ടിട്ടില്ല. ആകെ വന്നിട്ടുണ്ടായിരുന്നത് മറുനാടൻ മലയാളിയിലെ സാജൻ സ്കറിയ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഡോക്ടർ രാജേഷും. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഈ രണ്ടാളുകളെയും ആളുകൾ ചീത്ത വിളിക്കുന്നുണ്ട്. ഇവർക്ക് എവിടെ നിന്നാണ് വ്യക്തമായ ഒരു റിപ്പോർട്ട് കിട്ടാതെ മമ്മൂട്ടിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നും ക്യാൻസർ ആണെന്നും കുടലിൽ ക്യാൻസർ ആണെന്നും പിന്നെ ചെന്നൈയിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോകുന്നു, അവിടെ നിന്ന് മാറ്റില്ലെങ്കിൽ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നതൊക്കെ വാർത്ത ഇവർക്ക് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടാളും ചീത്ത വിളിക്കുന്നതാണ് സോഷ്യൽ മീഡിയകളിൽ കാണുന്നത്. അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു സുഹൃത്ത് കടുത്ത മോഹൻലാൽ ആരാധകനാണ്. സോഷ്യൽ മീഡിയകളിൽ ഈ മമ്മൂട്ടി മോഹൻലാൽ ഫാൻസിലെ തർക്കത്തിലൊക്കെ എപ്പോഴും മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞ് സംസാരിക്കുന്ന മെസ്സേജുകളൊക്കെ കുറെ വായിച്ചിട്ടുണ്ട്. എപ്പോഴും മമ്മൂട്ടി ട്രോളുന്ന, കളിയാക്കുന്ന, മമ്മൂട്ടിയുടെ സിനിമകൾ ഇറങ്ങുമ്പോൾ നല്ലതാണെങ്കിൽ പോലും കുറ്റം പറയുന്ന, അങ്ങനെ അടുത്ത ഒരു കടുത്ത മോഹൻലാൽ ആരാധകൻ, എന്നാൽ മമ്മൂട്ടിയുടെ ഒരു വിരോധിയായ ഒരാൾ. എന്റെ സുഹൃത്ത് നില പറയുന്നത് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഈ വാർത്ത കേട്ടിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആ വാർത്ത സത്യമാവരുത് എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. അതാണ് മലയാളികൾ. ആ സിനിമയ്ക്കപ്പുറം അവർ എതിർക്കുന്ന ഒരാളായിരുന്നിട്ട് കൂടി അവിടെ പിന്നെ ഈ ആരാധകരുടെ തമ്മിലുള്ള തർക്കത്തിലെ മുഖ്യ ഒരാളായി നിൽക്കുന്ന ആ നടനിക്ക് ഇങ്ങനെ ഒരു അസുഖം കേട്ടപ്പോഴത്തേക്ക് അങ്ങനെ ആവരുത്, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു മോഹൻലാൽ ആരാധകൻ ഇന്നലെ ഞാൻ കാണുകയുണ്ടായി. ഇതൊക്കെ തന്നെയാണ് മലയാളികൾ. ആ ഒരു മലയാളത്തിന്റെ എക്കാലത്തെയും ഒരു മഹാനടനെ ആ ഒരു അസുഖം എന്ന് പറഞ്ഞപ്പോൾ കേരളക്കര മുഴുവൻ ഈ ചർച്ച ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ വാർത്ത പടച്ചുവിട്ട, ഈ കള്ള വാർത്ത പടച്ചുവിട്ട ഈ സാജൻ സ്കറിയയുടെ വാർത്തയ്ക്ക് പിന്നാലെ ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കാണാം. ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ഒരുപാട് വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന മറുനാടൻ മലയാളിയിലെ സാജൻ സ്കറിയയുടെ ഒരുപാട് വ്യാജ വാർത്തകളുണ്ട്. അതുപോലെ ഒരു വ്യാജ വാർത്തയായിട്ട് മാറട്ടെ, ഒരു കള്ള വാർത്തയായിട്ട് ഈ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നുള്ള വാർത്ത മാറട്ടെ എന്ന് ഞാൻ പറഞ്ഞ വാക്ക് യാഥാർത്ഥ്യമാവുന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. മമ്മൂട്ടിക്ക് ഇങ്ങനെ ക്യാൻസർ എന്ന് പറഞ്ഞ് ഒരു അസുഖമില്ല, ശ്വാസതടസ്സമുണ്ട്, തുടർച്ചയായിട്ട് വിശ്രമമില്ലാത്ത ഷൂട്ടിങ്ങും, അതുപോലെ മഹേഷ് നാരായണന്റെ സിനിമയിൽ 100 ദിവസത്തിൽ പരം നീണ്ടിരിക്കുന്ന മമ്മൂട്ടി മോഹൻലാലും ഫഹദ് ഫാസിലും കുഞ്ചാക്കോബനൊക്കെ ഉള്ള ഒരു വലിയൊരു സിനിമയാണ്. ആ സിനിമയുടെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും അല്ലെങ്കിൽ ശ്രീലങ്കയിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബോംബെയിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് മമ്മൂട്ടിക്ക് ശ്വാസതടസ്സം ഉണ്ടായി, ഛർദിലുണ്ടായി. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഇപ്പോൾ വിശ്രമത്തിലാണ്. ഇപ്പോൾ ദുബായിൽ തന്നെ ഈ അടുത്ത് മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയുടെ അടുത്ത മാസം ഏപ്രിൽ 14 10 റിലീസ് ആവുന്ന ബസൂക്കയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് മമ്മൂട്ടി ദുബായിൽ ആ പരിപാടി പങ്കെടുക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ആളുകളിൽ ഒരു എന്താണ് സംഭവം എന്ന് അറിയാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു 2 മണിക്കൂർ മുന്നേ മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പേജിൽ ബസൂക്കയുടെ ഒരു പ്രൊമോഷൻ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് സന്തോഷമായത്, സമാധാനമായത്, ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഇടുന്ന കമന്റുകളൊക്കെ നിങ്ങൾക്ക് പോയാൽ വായിക്കാൻ പറ്റും. അത്രമാത്രമാണ് ഇപ്പോൾ സിനിമയ്ക്കപ്പുറം നല്ല വ്യക്തിത്വം എന്നുള്ള നിലയിൽ മലയാളക്കരയുടെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെല്ലാം തന്റേതായ ഒരു നിലപാടും കാഴ്ചപ്പാടുകളൊക്കെ ഉള്ള ഒരു നടൻ, ഒന്ന് മാതൃകയാക്കേണ്ട നടൻ അല്ലെ. ഏറ്റവും നല്ലൊരു ഭർത്താവിന് എങ്ങനെയാണ് ഒരു ഭർത്താവ് ആവേണ്ടതെന്ന്, ആ രീതിയിൽ പോലും എങ്ങനെയാണ് ഒരു അച്ഛനാവേണ്ടതെന്നുള്ള ഒരു മകനോടുള്ള നിലപാട് എങ്ങനെയാണെന്നൊക്കെയുള്ള മൊത്തത്തിലൊരു ജീവിതം തന്നെ നമുക്കെല്ലാം മാതൃകയാക്കി തന്ന ഒരു നടനപ്പുറം ആ നടൻ ഇങ്ങനെ അസുഖം വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞ വ്യാജമായിരുന്നു, നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല, വീണ്ടും വരും ദിവസങ്ങളിൽ അദ്ദേഹം ഈ മാർച്ച് ലാസ്റ്റോടെ തന്നെ വീണ്ടും ഷൂട്ടിങ്ങിലേക്കൊക്കെ വരും. ഇനി ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ നമ്മളെ എല്ലാം വിസ്മയിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം.